അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾ നടക്കുന്നില്ലെന്നും ഒമാനുമായി മാത്രമാണ് സംസാരിക്കുന്നത് എന്നുമുള്ള ഇറാന്റെ പ്രസ്താവനകളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. ഉപരോധത്തിലും സൈനിക ഭീഷണിയിലും നിലനിൽപ്പ് അപകടത്തിലായതോടെ ഇറാൻ ചർച്ചകൾക്കായി തങ്ങളുടെ മുന്നിൽ യാചിക്കുകയാണെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാന്റെ ഔദ്യോഗിക നിലപാടുകൾ വെറും ഇരട്ടത്താപ്പാണെന്നും അവരുടെ നേതൃത്വത്തെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. അമേരിക്കയുമായി നിലവിൽ യാതൊരുവിധ നയതന്ത്ര ചർച്ചകളും നടക്കുന്നില്ലെന്നും ഒമാൻ വഴി മാത്രമാണ് ആശയവിനിമയമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖായി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ ശക്തമായ പ്രതികരണം. ഇറാന്റെ അവകാശവാദങ്ങൾ തള്ളിയ ട്രംപ് തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കാൻ ടെഹ്റാൻ നിർബന്ധിതരാകുന്ന സാഹചര്യമാണുള്ളതെന്ന് അവകാശപ്പെട്ടു. പശ്ചിമേഷ്യയിലെ തന്ത്രപ്രധാന ജലപാതയായ ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾ കാണുന്ന ഇറാന്റെ അവകാശവാദത്തെ വെറും അസംബന്ധം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. സമുദ്രമേഖലയിലെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കൻ നാവികസേനയുടെ കൈകളിലാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. അമേരിക്കൻ അനുമതിയില്ലാതെ ഇറാനിലേക്ക് ഒരു കപ്പൽ പോലും കടത്തിവിടില്ലെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയുമായി കൃത്യമായ കരാറിലെത്തുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും കീഴടങ്ങുകയോ ചെയ്യാതെ ഈ ഉപരോധത്തിൽ യാതൊരുവിധ ഇളവും ഉണ്ടാകില്ലെന്നും യുഎസ് പ്രസിഡന്റ് താക്കീത് നൽകി. ഇറാന് നേരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക ആക്രമണം താൻ താൽക്കാലികമായി റദ്ദാക്കിയതായും ട്രംപ് വെളിപ്പെടുത്തി. റിയാദ്, അബുദാബി, ദോഹ തുടങ്ങിയ സൗഹൃദ രാജ്യങ്ങളുടെ അടിയന്തര ഇടപെടലിനെ തുടർന്നാണ് തീരുമാനം. സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ സഖ്യരാജ്യങ്ങളുടെ ശക്തമായ അഭ്യർത്ഥന മാനിച്ചാണ് വ്യോമാക്രമണം നീട്ടിവെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. നയതന്ത്ര തലത്തിൽ പ്രശ്നപരിഹാരത്തിന് ഇപ്പോഴും സാധ്യതയുണ്ടെന്നാണ് സഖ്യരാജ്യങ്ങൾ കരുതുന്നത്. എന്നാൽ ഇറാൻ ഒരു കാരണവശാലും ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കില്ലെന്ന് ട്രംപ് ആവർത്തിച്ചു. ഇറാനുമേൽ സൈനിക സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കാൻ പുതിയതും നൂതനവുമായ വഴികൾ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് US സെൻട്രൽ കമാൻഡിന്റെ ഇന്റലിജൻസ് വിഭാഗം അയച്ച നിർണായക ഇമെയിൽ വിവരങ്ങളും പുറത്തുവന്നു. പരമ്പരാഗതമല്ലാത്ത രീതിയിൽ ഇറാന്റെ സമുദ്ര വ്യാപാരവും സമ്പദ്വ്യവസ്ഥയും തകർക്കാനാണ് അമേരിക്കയുടെ നീക്കം. ഇറാനുമേൽ കൂടുതൽ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ സർഗാത്മകവും ആധുനികവുമായ വഴികൾ തേടുന്നുവെന്ന് ഈ ചോർന്ന സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ പെന്റഗണിന്റെ പതിവ് പ്രവർത്തന ശൈലിയുടെയും തന്ത്രങ്ങളുടെയും ഭാഗമാണ് ഈ സന്ദേശമെന്ന് US സെൻട്രൽ കമാൻഡ് വക്താവ് വിശദീകരിച്ചു. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് കരുതപ്പെടുന്ന പിക്കാക്സ് മൗണ്ടൻ ഉൾപ്പെടെയുള്ള രഹസ്യ കേന്ദ്രങ്ങൾക്ക് നേരെ കടുത്ത വ്യോമാക്രമണം നടത്താൻ അമേരിക്ക പദ്ധതിയിടുന്നുണ്ട്. എന്നാൽ പശ്ചിമേഷ്യയിൽ ആളിപ്പടരുന്ന ഈ സംഘർഷത്തിൽ നിന്നും തന്ത്രപരമായി പിന്മാറാനുള്ള നയതന്ത്ര വഴികളും അമേരിക്ക സമാന്തരമായി തേടുന്നുണ്ട്. ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധസമാനമായ സംഘർഷത്തിൽ അമേരിക്കയ്ക്ക് വൻ സാമ്പത്തിക മനുഷ്യനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതുവരെ ഉണ്ടായ പോരാട്ടങ്ങളിൽ അമേരിക്കയ്ക്ക് $37.5 ശതകോടി സാമ്പത്തിക നഷ്ടവും 18 സൈനികരുടെ ജീവനും നഷ്ടമായതായും പെന്റഗൺ ഔദ്യോഗികമായി കണക്കാക്കുന്നു. മേഖല വീണ്ടും യുദ്ധഭീതിയിലായതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിക്കുമെന്ന ആശങ്കയും ശക്തമാണ്.